അല്ലാത്ത മഹാന്മാരൊക്കെ ആദരിക്കും, അള്ളാഹുവിനെ ആരാധിക്കും. അത്ര മൊയ്തീൻ ശൈഖിനെ ആരാധിക്കാറില്ല, ആദരിക്കും. ഉണ്ട്, നിങ്ങൾ ആരാധിക്കാറുണ്ട്. നമ്മളല്ലേ ആരാധിക്കാറുണ്ടോ ഇല്ലയോ, നമ്മളല്ലേ നമ്മളെ പറ്റി പറയേണ്ടത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ആദരവ്, ആരാധന, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുസ്ലിയാക്കന്മാര് ഈ സാധുക്കളെ പഴപ്പിക്കാറുള്ളത്. എന്താണ് ഇവിടെ പറഞ്ഞത്? അള്ളാഹുവിനെ ആരാധിക്കും. എന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖിനെയും അതുപോലെ ഇവരുടെ ഔലിയാക്കന്മാരായി പറയപ്പെടുന്ന ആളുകളെയും ഇവര് ആദരിക്കും എന്നുള്ളതാണ്. അപ്പോ ഒരു വാക്കണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആരാധന ആദരവാകുമോ? ആദരവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദരവ് എന്ന് പറഞ്ഞുകൊണ്ട് അമിത വർണ്ണനകള് അത് നിങ്ങൾ വേറെ നടത്താറുണ്ട്. എന്നാൽ ആരാധന, അദ്ദുആഹുവൽ ഇബാദ എന്ന് പറയുന്ന ആ ആരാധന ഉണ്ടല്ലോ, ആ ഇബാദത്ത് ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതിന്റെ തെളിവ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു, അങ്ങനത്തെ ഛർദികളൊന്നും വേണ്ട. ഛർദികളുണ്ടല്ലോ വേണ്ട. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക. അപ്പൊ എന്തേ പറഞ്ഞത്? ഞങ്ങള് പ്രാർത്ഥിക്കലൊന്നുമില്ല, ഞങ്ങള് സഹായം തേടല എന്ന് പറഞ്ഞത്. അതും അവിടെ ഒരു വാക്ക് മാത്രം, സംഭവം പ്രാർത്ഥന തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കൊന്നുമില്ല, ഞങ്ങൾ സഹായം തേടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവങ്ങളെ പൊട്ടീസാക്കാണ്. ഇനി അല്ല, പ്രാർത്ഥിക്കാറുണ്ട് എന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസരി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നേ പറഞ്ഞത്. ഇനി ഇവരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരാളുണ്ട്, ഖലീൽ ബുഖാരി, കുഞ്ഞിക്കോയ തങ്ങള്. മൂപ്പര് പച്ചക്ക് പ്രാർത്ഥിക്കുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം. അവിടത്തേക്ക് ഞങ്ങളെ കരുത്തിരിക്കുന്ന നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്. ഞങ്ങളെ സദസ് കാണുന്നല്ലോ തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ. ഈ അക്രമത്തില്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. ഇനി കുറച്ച് ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക. അതിൽ അവസാനത്തില് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് റസൂലുള്ളാഹിനോട് ഇങ്ങനെ പറയുന്ന, തേടുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണിച്ചതാണ്. എങ്കിലും നമുക്ക് സത്യം മനസ്സിലാക്കുവാന് കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നതിൽ തെറ്റൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇനി അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ജാഫർ സക്കാഫിയുടെ തരികിടകള്. അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉരുണ്ട് പെരണ്ട് വീണയിടത്ത് വിദ്യാധരനാവുന്ന ജാഫർ സക്കാഫിയുടെ വീഡിയോ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഇതില് കുറച്ചുകൂടി ഇവരുടെ പ്രാർത്ഥനകള് ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. ഇത് വീണ്ടും ചേർക്കുന്നത് സത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അതിനുവേണ്ടി തന്നെയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, സത്യമായിക്കൊണ്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെല്ലുമ്പോൾ, അള്ളാഹുവിന്റെ പരമോന്നത കോടതിയിലെത്തുമ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലല്ലാതെ നമ്മള് വിജയികളാവാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി മാത്രം നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക, നല്ലവരായിക്കൊണ്ട്, മുസ്ലിം ആയിക്കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട് ജീവിച്ചുകൊണ്ട്, മുഅ്മിനായിക്കൊണ്ട് മരിച്ചു പോകുക എന്നുള്ളതാണ്. അതിന് അല്ലാഹു നാമേവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടുത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്‌ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള
മജ്‌ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നബിയുടെ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്. ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള് അവരുടെ തങ്ങള് അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്. രക്ഷപ്പെടുത്തുന്നത് ഓ പുന്നാര നബിയേ, ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം ഹൗദുൽ കൗസർ എന്ന വെള്ളം തങ്ങളുടേതാണല്ലോ. അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയേ, അത് അങ്ങയുടേതാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കോപ്പ എനിക്ക് തരണം, അങ്ങയുടെ ആ ഹൗദുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല. ഞാൻ വളരെ